ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம எக்கோ மூவி சீன் 6 தான் இன்னைக்கு வந்து ரியாக்ட் பண்ண போகிறோம். இதுக்கு முன்னாடி சீன் 5 வரைக்கும் ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். பக்கத்தில் கண்டிப்பாக செட் பண்ணி பாருங்கள். ஒரு த்ரில்லிங்காக வந்து படம் வந்து போயிட்டுருக்கு. அந்த குரியச்சன் வந்து சொல்லிக்கிட்டே இருக்காங்க. யார் தான் அந்த குரியச்சன் சொல்லிட்டு இது வரைக்கும் தெரியல. ஆல்மோஸ்ட் வந்து நம்ம கிட்டத்தட்ட வந்து கிளைமேக்ஸ் வந்து நெருங்கிட்டோம். இன்னும் ஒரு 2 சீன் தான் இருக்குன்னு சொல்லிட்டு நினைக்கிறேன். பார்ப்போம். இந்த சீன்லேயாவது குரியச்சனை போய் வந்து கண்டுபிடிப்பாங்களா என்னன்னு சொல்லிட்டு தெரியல. நம்ம ஹீரோ வந்து ஒரு 2 பேர்த்த கூட்டிகிட்டு வந்து மலையில வந்து கயிறு கட்டி இறங்கிட்டு இருந்தாரு. அதுக்கப்புறம் நம்ம நரேன் சார் வந்து அந்த இவங்க அந்த பாட்டிட்ட வந்து குரியச்சன் வந்து எங்க அப்படின்னு சொல்லிட்டு இவங்க வந்து என்கொயரி வந்து பண்ணிட்டு இருக்காங்க. ஆல்மோஸ்ட் வந்து அவங்க போய் நெருங்கிடுவாங்களா என்னன்னு சொல்லிட்டு தெரியல. இந்த சீன்ல வந்து பார்த்தா தெரிஞ்சிடும். ஓகே, வீடியோக்குள்ள போய் பார்த்துட்டு அதுக்கப்புறம் அதை பத்தி பேசுவோம். வீடியோக்குள்ள போறதுக்கு முன்னாடி இன்னும் நீங்க நம்ம சேனல் சப்ஸ்கிரைப் பண்ணா தயவுசெய்து சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த வீடியோக்கு லைக் பண்ணி போவாங்க. வீடியோக்குள்ள പോലാം. ഒന്നും പറയാൻ കഴിയില്ല. അവരുടെ രീതികൾ അങ്ങനെ. കുര്യച്ചൻ അമ്മച്ചിയോട് എങ്ങനെയായിരുന്നു? സാധാരണ പോലൊക്കെ തന്നെ. വഴക്കൊന്നുമില്ല? ഇല്ല. സോറി, ഞാനിങ്ങനെ പേഴ്സണലായിട്ട് ഞാൻ കുര്യച്ചനെ കൊന്നിട്ടൊന്നുമില്ല. അതിലേക്കല്ലേ വരുന്നത്. സാറിന് മുമ്പ് വന്ന പോലീസുകാര് ഇതും പണ്ട് കുറെ ചോദിച്ചിട്ടുള്ളതാ. ഞാൻ അങ്ങനെ കൊന്നിട്ടില്ല. ഒരു ഉപ്പ മതി. ഓന്റെ പൊന്നു നാറി, ഒരു കുപ്പി കൂടെ എടുത്ത് വെക്കാണ്ട്. നീ എത്ര ലക്ഷമാണ് ലാഭിച്ചേ? മറന്നുപോയടാ. അങ്ങനെ മുൻപറങ്ങി ഐഡിയ ചെയ്താലും നന്നായി. പട്ടികളെ കൊണ്ട് മെനക്കെടായില്ലല്ലോ. ആശ്വസിക്കാൻ പറഞ്ഞു, ഇനി ആയാലും കാണും. എന്നാലും നീ കൂടെ ഉണ്ടല്ലോ. അത് പറയും പോലെ എന്നടാ ബീസേ, പട്ടികൾക്ക് നിന്നോട് മാത്രം ഒരു പരിഗണന. എന്ത് പരിപാടി? ഞാൻ അവിടെ ചേട്ടത്തിലൂടെ നിൽക്കാൻ തുടങ്ങിയപ്പോ പരിചയമല്ലേ. അത് ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ വന്നപ്പോ എന്നെ നില തൊടിച്ചിട്ടില്ല. എന്നാ ഉണ്ടായി? അതാ പറഞ്ഞ നിലം തൊടിച്ചിട്ടില്ല. എന്റെ കഷ്ടാലത്തിന് ഞാൻ വന്നപ്പോ ചേട്ടത്തി വീട്ടിലില്ലായിരുന്നു. ശ്വാസം മുട്ടായിട്ട് 2 ദിവസമായിട്ട് ആശുപത്രിയിലായിരുന്നു. ആരെയൊക്കെ പരിസരത്ത് ഒരു കുഞ്ഞു വേണ്ടേ? അപ്പൊ 2 ദിവസം മരത്തിന്റെ മുകളിൽ തന്നെ വേറെന്ത് ചെയ്യാൻ? അത് അതിന്റെ മക്കള് പോകണ്ടേ? മാറി മാറി ഷിഫ്റ്റ് ആയിട്ട് വന്നിട്ട് ചോട്ടിയിരിക്കും. എന്നാണല്ലേ 2 ദിവസം വരെ എന്നെ മരത്തിന്റെ മുകളിൽ ഇരുത്തിയപ്പോ എനിക്കൊരു കാര്യം ഉറപ്പായി. ഇങ്ങനെ പഠിപ്പിച്ചു വിട്ട കൂട്ടി പട്ടികൾ പെരുമാറണമെങ്കിൽ മുഹമ്മത്തം പറഞ്ഞ പോലെ കുര്യച്ചൻ ഇവിടെ എവിടെയുണ്ട്. അതുകൊണ്ട് കൊന്നാലും അതിനൊരു തീരുമാനമാക്കിയിട്ടേ പോകുള്ളൂ. ഞാൻ ആ മരക്കൊമ്പിൽ നിന്ന് ഉറപ്പിച്ചു. എന്നിട്ട് എങ്ങനെയാ ലാസ്റ്റ് ഭൂമിയിൽ ഇറങ്ങിയ? 2 ദിവസം കഴിഞ്ഞപ്പോ ചേട്ടത്തി വന്നു. 5-6 കൊല്ലം മുമ്പ് മോഹൻ പോത്തും വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. കുര്യച്ചനപ്പോ ഇവിടെ ഉണ്ടായിരുന്നു? ഇല്ല. എവിടെ പോയിരുന്നു? നിങ്ങളൊക്കെ കെട്ടിയോളോട് പറഞ്ഞിട്ടാണോ എല്ലായിടത്തോട്ടും പോവാറ്? പറഞ്ഞാൽ തന്നെ നേരായിരിക്കണം എന്നുണ്ടോ? ശരി, പോത്തനന്ന് വന്നിട്ട് കുര്യച്ചൻ ഉണ്ടോന്ന് തിരക്കിട്ട് പോയി. അപ്പൊ ആ പോയ പോക്കായിരിക്കും സാർ ഗോതമ്പം കെട്ടുന്ന പോത്തന മനസ്സിലായത്. എടുത്തത് കുര്യച്ചൻ തന്നെയാണെന്ന് കേട്ടു. இவருதான் நினைக்கிறேன் குரியச்சன். ഇവരുதான் വിനീത്. സകല തിണ്ണത്തരത്തിനും കൂട്ടി നിന്നിട്ട് ദാസ് എനിക്കിട്ട് തന്നെ പണിതല്ലേ. ഇവിടെ ഇല്ല. ഒറ്റക്ക് അങ്ങനെ ഞാൻ അകത്ത് പോകില്ല. ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ലേ? പെരുമ്പാവൂരും തൃശ്ശൂരും റൗണ്ട് തപ്പിയിട്ടാ ഞാൻ വരുന്നത്. അറിയുമായിരുന്നെങ്കിൽ അവൾമാരത് പറഞ്ഞേ. അത്രക്കുള്ള കൂരെ കെട്ടിയോണ്ട് അവർക്കൊക്കെ ഉള്ളൂ. അധിക നാൾ എനിക്കിങ്ങനെ പോലീസിന് ഒളിച്ചു പോകാൻ പറ്റില്ല. അറിയുമെങ്കിൽ നിങ്ങളത് പറയണം. എനിക്കറിയില്ല. നിങ്ങളോട് മാത്രം ഒരു പൊടിക്കധികം കാര്യമായിരുന്നു അച്ചായന്. കുറച്ചു മെനക്കെട്ടുകൊണ്ടാന്ന് ഉരുപ്പിടിയില്ലേ മലേഷ്യന്ന്. വേറെ ആര് ചെയ്താലും നിങ്ങൾ കാട്ടിക്കൊടുക്കില്ലെന്ന വിശ്വാസം കാണും. അതറിയുമെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ നിക്കണം.
இதனாலதான் அது கொண்டு விட்டுச்சு அந்த நாய். ചിലതൊക്കെ കറക്റ്റ് ആട്ടോ. പട്ടികൾ അളക്കുന്ന അളവില് മനുഷ്യനെ അളക്കാൻ പറ്റില്ല. നിങ്ങളുടെ പഴയ കെട്ടിയോൻ പറഞ്ഞതാ. യോസിയാനെ ഓർക്കാറുണ്ടോ? യോസിയ പറഞ്ഞതൊക്കെ കറക്റ്റാ. അയാളുടെ നായ്ക്കൾക്ക് കണ്ണിൽ നോക്കി അളക്കാൻ പറ്റുമായിരുന്നു. അതാ പണ്ട് കുരിയച്ചൻ അവറ്റകൾ കടവിലോട്ട് അടുപ്പിക്കാഞ്ഞത്. മനുഷ്യരെ കൊന്നാലും വേണ്ടിയില്ല, നായ്ക്കളെ തുടരുതെന്ന് ചിന്തിക്കുന്ന ടൈപ്പാണ് കുരിയച്ചൻ. ആ അങ്ങേരെ അതുങ്ങളെയും വെടിവെച്ച് കൊന്ന് അത്രയൊക്കെ കാണിച്ചു കൂട്ടിയത് അത് നിന്നോടുള്ള കഴപ്പുകൊണ്ട് മാത്രമൊന്നുമല്ല. പ്രൊട്ടക്ഷൻ എന്നും പറഞ്ഞ് നായ്ക്കളെ വെച്ചോണ്ട് നിന്റെ ആ കുറച്ച മലേഷ്യൻ കെട്ടിയോന്റെ ഷോ അത് കണ്ടിട്ടുള്ള വാശി. ഒരുതരം പെടുത്തണം തീരുമാനിച്ച സിമ്പിള് ഏതെങ്കിലും കേസ് കുരിക്ക് അകത്താക്കാൻ കുരിയച്ചൻ അറിയാം. എന്റെ അവസ്ഥ കാണുന്നില്ലേ? യോസിയാനെ അങ്ങനെ അകത്താക്കിയത് അന്ന്. നിന്നെ കിട്ടിയേ തീരൂന്ന് പൂതി പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എനിക്ക് തോന്നിയ ഒരു ഐഡിയ. ബോംബും കോപ്പും പൊട്ടിയതൊക്കെ ചുമ്മാ കഥയാ. പിന്നെ വേൾഡ് വാറിന്റെ ഒരു കൺവീനിയൻസ് ഉണ്ടായിരുന്നല്ലോ. കിട്ടിയാ പങ്കിടാന്ന് പറഞ്ഞ് ഉറപ്പിച്ചാ ഇറങ്ങിയത്. ഫ്ലാഷ് കിട്ടിയപ്പോ അയാളുടെ തനി കൊണങ്ങ് കാണിച്ചു. ആസ് യൂഷ്വൽ. അതെന്തെങ്കിലും ആവട്ടെ. ഇങ്ങനെ അയാളുടെ എല്ലാ വട്ടിലും ഐഡിയയും കൊടുത്ത് ചൂട്ടും പിടിച്ച് നിന്നവനാ ഞാൻ. വരുമ്പോന്നും ചോദിച്ചോ വെറുതെ. ഇനിയിപ്പോ എന്തായാലും വെറുതെയാണല്ലോ. റിമാൻഡ് കഴിഞ്ഞ് യോസിയ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ നിന്നെ കൊണ്ട് ഞങ്ങളിങ്ങോട്ട് കപ്പൽ കയറുകയും ചെയ്തു. അവനിപ്പോഴും ചിലപ്പോ നിന്നെ അവിടെയൊക്കെ തെരയുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ചത്ത് മണ്ണായിട്ടുണ്ടാവും. രണ്ടായാലും നിങ്ങളുടെ തലയിൽ ഇതാ വരച്ചിരിക്കുന്നത്. കുരിയച്ചന്റെ കസ്റ്റഡിയിൽ ഇങ്ങനെ ജീവപര്യന്തം. അതാ വന്ന് ചേട്ടായി. കുറച്ച് വെള്ളം തരാം. അയ്യോ, അടുത്തവിടെ ചാലുണ്ടെന്ന് തോന്നുന്നു. ഒഴുക്കല്ലേ? സോമ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ള 5 മിനിറ്റ് ശ്വാസം ഒന്ന് എടുത്തോട്ടെ. ഞാൻ നോക്കട്ടെ. എവിടെയോ പോത്തനെന്ന് പോയിട്ട് പിന്നെ എത്ര ദിവസം കഴിഞ്ഞാ കുരിയച്ചൻ വന്നത്? ഒരാഴ്ച കഴിഞ്ഞു. അന്ന് കുരിയച്ചനെ രാത്രി ഇവിടെ കൊണ്ടുവിട്ടത് വരെയുള്ള കാര്യങ്ങൾ അപ്പി പറഞ്ഞു. അമ്മയോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാൻ പറ്റോ ചെയ്തോ കുരിയച്ചൻ? ആരെങ്കിലും കാണാനുണ്ടെന്നോ എവിടെയെങ്കിലും പോവാണെന്നോ? ഒന്നും പറഞ്ഞില്ല. തുണി സാധനങ്ങളും ഒക്കെ എടുത്ത് രാത്രി തന്നെ പോയി. പോയത് എങ്ങോട്ടാന്ന് അപ്പൂട്ടിക്ക് അറിയില്ല. പക്ഷെ 10-20 കൊല്ലം മുമ്പ് പണ്ടത്തെ ആ ഫോറസ്റ്റ് ഓഫീസറുടെ കുത്തുകേസ് ഉണ്ടായിരുന്നല്ലോ കുരിയച്ചന്. ആ ടൈമിൽ ഏതോ ഗുഹ പോലൊരു സെറ്റപ്പിൽ പോയി ഒളിവിട്ടെങ്കിൽ കാര്യം അപ്പൂട്ടിക്ക് അറിയാം. അകത്തേക്കും പുറത്തേക്കും ഒരാളെ വീതിക്ക് മാത്രമുള്ള ഒരു ഗ്യാപ്പ്. കാവലിനും മറ്റു സഹായത്തിനും ട്രെയിൻ ചെയ്ത നായികൾ. സർവൈലൻസിന് നിശ്ചിത ദൂരം വിട്ട് വേറെ നായികൾ. കേട്ടിട്ടുള്ളതാണോ അതൊക്കെ? ഇതന്നെ ആ കാലത്ത് എന്നോടും പറഞ്ഞത്. കുരിയച്ചൻ കഥകളുടെ കളർ വെച്ച് അതിൽ ഇത്തിരി സാധ്യത ഇല്ലെന്നും പറയാനാവില്ലല്ലേ? ഒറ്റയ്ക്കുണ്ട് അല്ലേ? യൂറോപ്യൻ ഐറ്റംസ് വേണമെങ്കിൽ അടുത്ത തട്ടിലുണ്ട്. കുറച്ചു ദിവസം
ആരും ഒന്നും ബോധിപ്പിക്കണ്ട. നീ തന്നെ കോട്ടറാണി. എനിക്ക് കുറച്ചു ദിവസം ഒന്ന് മാറി നിൽക്കണം. പോലീസോ മറ്റാരെങ്കിലും വന്ന നിനക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ലല്ലോ. അപ്പൊ അതങ്ങ് പറഞ്ഞാ മതി. മോഹൻ ബോത്തൻ വന്നിരുന്നു. അറിഞ്ഞു. 5-6 കൊല്ലത്തേക്ക് ഇനി ശല്യം ഉണ്ടാവില്ല. കുറച്ചു ദിവസം മുമ്പ് അവന് കോതമംഗലത്ത് നിന്ന് പോലീസ് പൊക്കി. ഞാൻ തന്നെ അകത്താക്കിയ. ജോസിയാനെ പണ്ട് ജയിലിലാക്കിയ പോലെ. കൊല്ലം ഇത്രയായി. ഇപ്പോഴീ വിഷയം സംസാരിച്ചത് കൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതെ, ജീവപര്യന്തം ഞാനിവിടെ അനുഭവിച്ചു കഴിഞ്ഞല്ലോ. இவங்க தான் கொண்டிருக்காங்க அவங்க புருஷனை. പോത്തൻ പറഞ്ഞതൊന്നും സത്യാവില്ലെന്നുണ്ടായിരുന്നു. ആ ഒരൊറ്റത്തവണ മാത്രമേ. ആ ഒരു ചെറിയ കള്ളം മാത്രമേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ. ചെറുതോ? ഇഷ്ടം കൊണ്ട് ചെയ്തതാണ്. ഇപ്പോഴത്തെ ഈ പ്രശ്നം ഒന്ന് കഴിയട്ടെ, ഞാൻ വരാം. നമുക്ക് സംസാരിക്കാം. ജീപ്പ് പണിക്ക് വെച്ചിട്ട് നീ ഒരാഴ്ച മാറി നിന്നോ? ഇളയ മോനിടയ്ക്ക് വന്നു പോയതാണ്. ചേട്ടത്തി മോനുമായിട്ട് ആലോചിച്ച് വേണ്ടത് ചെയ്യണം. കൂടെ കൊണ്ടുപോകാനോ ടൗണിൽ വീടെടുത്ത് തരാനൊക്കെ അവൻ റെഡിയാ. എന്തായാലും ഒറ്റയ്ക്കുള്ള താമസമൊന്നുമാണ്. അതിന് ഞാനിവിടെ ഒറ്റയ്ക്കല്ലല്ലോ. അതാ ഇപ്പൊ ഇത് പറയാനുള്ള മെയിൻ കാരണം. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പിയൂസ് അവരെ നാടും വീടെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫേക്കാ. കുര്യച്ചനെ തീർക്കണമെന്ന് കരുതി നടന്നവരില് ഇന്ന് കുറച്ചുപേര് മാത്രമേ ബാക്കിയുള്ളൂ. പല സ്ഥലങ്ങളിൽ പലപ്പോഴായിട്ടാണ്. മോഹൻ ബോത്തനെ പോലെ വീട് മരിച്ചവരുണ്ട്, പുഴയിൽ മുങ്ങിയവരുണ്ട്, വെയിൻ കട്ട് ചെയ്തവരുണ്ട്, ആക്സിഡൻസ് ഉണ്ട്. ആക്സിഡൻസ് നടന്ന വണ്ടികളിലൊക്കെ ബ്രേക്ക് കേബിൾ മുറിച്ചിരിക്കുവായിരുന്നു. ഇവിടെ വന്നപ്പോ എനിക്കുണ്ടായി ബ്രേക്ക് പോയ ഒരു അനുഭവം. எல்லாம் இவர் பண்ற வேலை தானே. ചെയ്തത് കുര്യച്ചനാവാം, അല്ലെങ്കിൽ കുര്യച്ചന് വേണ്ടി മറ്റൊരാൾ. 6 വർഷം മുമ്പ് കുര്യച്ചനെ ഒളിവിൽ പോകേണ്ടി വന്ന കേസിലും കുത്തിയത് കുര്യച്ചനായിരുന്നു. കുര്യച്ചന്റെ കൂടെ നിന്ന് മറ്റൊരു പയ്യൻ. ஐயோ, ரெண்டு பேரும் செத்துட்டாங்களா?
അയ്യോ മണിയേട്ടാ കളി കഴിഞ്ഞേക്ക് നമുക്ക് പോയാലോ? ഊഹം വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ മക്കൾക്ക് അപ്പനോടുള്ളതിനേക്കാൾ വലുതാ ഡ്യൂസ് കുര്യച്ചന് കൊടുത്തിരിക്കുന്ന സ്ഥാനം. അങ്ങനെ വളർത്തിയോണ്ടായിരിക്കാം. കുര്യച്ചനെ പോലെ ഒരു ട്രെയിനർക്ക് അവനെ പോലെ ഒരു ലോയൽ ആൻഡ് ഒബീഡിയൻ ഡോഗിനെ ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലേ. ഇയാൾ കുര്യച്ചന്റെ ബോഡി ഗാർഡ് എന്ന സംശയം തുടങ്ങിയിട്ട് ആള് കുറച്ചായി. കുര്യച്ചൻ ബാഡി ഗാർഡാ? ഇല്ലാത്തൊരു ഗുഹയുടെ പേര് പറഞ്ഞ് ഇളക്കി വിട്ടപ്പോ അതേറ്റു. ഇപ്പൊ ഇതുകൂടി ആയപ്പോ ഉറപ്പായി. കുര്യച്ചൻ എവിടാണെന്ന് നിനക്കറിയോന്നൊന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അടുത്തപ്പോഴല്ലേ ശിഷ്യനെ ആശാൻ ആത്മാർത്ഥമായി തപ്പിക്കൊണ്ടിരിക്കുകയെന്ന് മനസ്സിലായത്. അല്ല നല്ലതാ, സകലവന്മാരും കുര്യച്ചനായിട്ട് പണിയാൻ നടക്കുമ്പോ നീ ഒരുത്തനെങ്കിലും ഉണ്ടല്ലോ ആശാനെ രക്ഷിക്കാൻ. ഇത് പണിയാണ് പോലെ. ഇത്തവണ നീ കേരള പോലീസിന്റെ സ്പെല്ലിങ് ഇംഗ്ലീഷിലും മലയാളത്തിലും പഠിക്കും. നീ കേട്ടൊരുക്കി നമുക്ക് പോണ്ടേ? ഡിവൈസ്മെന്റ് ടീമും വെയിറ്റിംഗാ. ഓ അവനെ പിടിക്ക്, എന്നെ വിട്. യോ കണ്ണ്. ഓയ് ഓയ്